അവിടുന്ന് മിഅ്റാജിന്റെ രാത്രിയിൽ പടച്ച റബ്ബിനെ കാണാൻ വേണ്ടി പോവുകയാണ്. 50 വഖ്ത് നിസ്കാരവുമായിട്ട് മൂസാ നബിയുടെ അരികിലോട്ട് കടന്നു വരികയാണ്. വീണ്ടും അല്ലാഹുവിന്റെ അടുക്കലോട്ട് കടന്നു ചെന്ന് ചുരുക്കി 5 പ്രാവശ്യമാക്കുകയാണ്. അത് കഴിഞ്ഞ് ജിബ്രീലിന്റെ കൂടെ കടന്നു വരുമ്പോൾ നരകത്തിന്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. മഹാനായ പ്രവാചകൻ നരകത്തിന്റെ മുന്നിലൂടെ കടന്നു പോവുകയാണ്. നരകത്തിലോട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോ ഒരു മലക്ക് മാത്രം ചിരിക്കുന്നില്ല, ഒരു മലക്ക് മാത്രം ചിരിക്കുന്നില്ല. ആ മലക്ക് നബി തങ്ങളോട് സലാം പറയുന്നില്ല. ബാക്കി എല്ലാവരും സലാം പറയുന്നുണ്ടോ, നബി തങ്ങളുടെ അരികിലോട്ട് കടന്നു വരുന്നുണ്ട്, സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ. പക്ഷേ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാതൊരു മലക്കിങ്ങനെ ഇരിക്കുകയാണ്. റസൂലുള്ള ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻഹും യാ ജിബ്രീൽ, ആ മനുഷ്യനാരാണ് ജിബ്രീൽ, ആ മനുഷ്യനാരാണ് ജിബ്രീൽ? അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, നരകത്തെ കാക്കുന്ന മലക്കാണ് നബിയേ, നരകത്തെ കാക്കുന്ന മലക്കാണ് നബിയേ. പടച്ച കാലം മുതൽ ഇന്നോളം വരെ ചിരിച്ചിട്ടില്ല നബിയേ. ഫലാ യദ്ഹഖു അബദാ, ഇനി ഒരിക്കലും ചിരിക്കുകയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ റസൂലുള്ള നരകത്തിലോട്ട് നോക്കുകയാണ്. വിവിധങ്ങളായ ശിക്ഷ അവിടുന്ന് കാണുകയാണ്. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ കണ്ടതെന്തെന്നറിയുമോ? ചില ആളുകളുടെ നഖമിങ്ങനെ വല്ലാതെ നീണ്ടിരിക്കുകയാ, അവരുടെ നഖമിങ്ങനെ നീണ്ടിരിക്കുകയാണ്. ചെമ്പിന്റെ നഖം കൊണ്ട് സ്വന്തം മുഖവും നെഞ്ചും ശരീരം മുഴുവനും മാന്തുകയാണ്. മാന്തി ശരീരത്തിൽ നിന്ന് രക്തവും ചലവും പുറത്തോട്ട് വരികയാണ്. വീണ്ടും ശരീരം പഴയ രീതിയിലാവുകയാണ്. വീണ്ടും അവര് മാന്തുകയാണ്. മലക്കുകൾ അവരെ പ്രഹരിക്കുകയാണ്. മാരകമായ ശിക്ഷകൾ ഏൽപ്പിക്കുകയാണ്. കണ്ടു നിന്ന പ്രവാചകൻ ജിബ്രീലിനോട് ചോദിക്കുകയാണ്, മൻഹും യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലേ, ഈ വിഭാഗം ചെയ്ത തെറ്റെന്താണ്? അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, യഅകുലൂന ലുഹൂമൻ നാസ്, ആളുകളുടെ പച്ചയിറച്ചി തിന്നവനാണ് നബിയേ. പല കുടുംബവും തകർത്തവനാണ് നബിയേ. ഒരു മനുഷ്യന്റെ ന്യൂനതകൾ നാട് നീളം മുഴുവനും ഓടി നടന്ന് പറഞ്ഞവനാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഈ മനുഷ്യൻ കാരണം ഒരുപാട് പേര് കണ്ണുനീര് കുടിച്ചിട്ടുണ്ട് നബിയേ. അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെന്ന് ജിബ്രീൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തിലോട്ട് നോക്കുകയാണ്. നരകത്തിന്റെ കവാടങ്ങളിൽ ചില ആളുകൾ കിടക്കുകയാണ്. അവരുടെ വയറിങ്ങനെ മല പോലെ വലുതായിട്ടിരിക്കുകയാണ്. ആ വയറിൽ ചവിട്ടിക്കൊണ്ട് നരകവാസികൾ മുന്നോട്ട് നടക്കുകയാണ്. മലക്കുകൾ അവനെ പ്രഹരിക്കുകയാണ്. മാരകമായിട്ടുള്ള ശിക്ഷകൾ അവന്റെ ശരീരത്തിൽ ഏൽപ്പിക്കുകയാണ്. അവൻ കടന്ന് നിലവിളിക്കുന്നു, അല്ലാഹ്, എന്നെയൊന്ന് മരിപ്പിക്കുമോ അല്ലാഹ്, എന്തിനാ എന്നെ ഇങ്ങനെ നീ ശിക്ഷിക്കുന്നത്? ആ മനുഷ്യനാരെന്ന് ജിബ്രീലിനോട് നബി തങ്ങൾ ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, പലിശ കൊണ്ട് മാത്രം ജീവിച്ച മുസ്ലിമാണ് നബിയെ. സമ്പാദിച്ചത് മുഴുവനും പാവങ്ങൾക്ക് പലിശയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കുടുംബം പോറ്റിയവനാണ് നബിയെ. അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണെന്ന് മഹാനായ ജിബ്രീൽ തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തിലോട്ട് നോക്കുകയാണ്. ചില ആളുകൾ ഇങ്ങനെ മലക്കുകൾ ചെങ്ങല കൊളുത്തുകൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നാവിങ്ങനെ ചെങ്ങല കൊളുത്തുകൊണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ ചെയ്ത പാപം
പാപമെന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, കള്ളം പറയുന്നത് പതിവാക്കിയവനാണ് നബിയേ, കള്ളം പറയുന്നത് ഒരു പാപമല്ലെന്ന് കണ്ടവനാണ് നബിയേ. അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? മലക്കുകൾ കൊളുത്തുകൊണ്ട് അവന്റെ നാവിങ്ങനെ പുറത്തോട്ട് നരകത്തിൽ വലിച്ചെടുക്കുമെന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. വീണ്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ നരകത്തിലോട്ട് നോക്കി, പ്രിയപ്പെട്ട വാപ്പാ, ചില ആളുകളുടെ തലക്കിങ്ങനെ കരിങ്കല്ല് കൊണ്ടടിക്കുകയാണ്, ചില ആളുകളുടെ തലക്കിങ്ങനെ കരിങ്കല്ല് കൊണ്ടടിക്കുകയാണ്, അവരുടെ തലച്ചോറ് ചിന്നിച്ചെതറുകയാണ്, അവരുടെ തലച്ചോറ് ഇങ്ങനെ ചിന്നിച്ചെതറിയവരും മരിക്കുകയാണ്. വീണ്ടും അല്ലാഹു ജീവനിട്ട് കൊടുക്കുകയാണ്, വീണ്ടും അവൻ പഴയ രൂപത്തിലോട്ടാവുകയാണ്, വീണ്ടും അവൻ അതേ ശിക്ഷ തന്നെ മലക്കുകൾ കൊടുക്കുകയാണ്. കണ്ടു നിന്ന പ്രവാചകന്റെ കണ്ണ് നിറയുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, യാ ജിബ്രീൽ, ഈ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ് ജിബ്രീൽ? ഈ മനുഷ്യൻ ചെയ്ത പാപം എന്താണ് ജിബ്രീൽ? അവിടുന്ന് പറയുന്നു, യാ റസൂലല്ലാഹ്, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ നമസ്കരിക്കണമല്ലോ എന്നോർത്തുകൊണ്ട് നമസ്കാരത്തെ ഭാരമായിട്ട് കണ്ടവനാണ് നബിയെ, നമസ്കാരത്തെ നിസാരമായിട്ട് കണ്ടവനാണ് നബിയെ. അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണോ? അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ്. നരകത്തിൽ മലക്കുകൾ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം നമസ്കാരത്തെ നിസാരമായിട്ട് കണ്ടവനാണെന്നോ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഇത് പറഞ്ഞിട്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ലാ തത്റുകു സ്വലാത്തൻ മുതഅമ്മിദാ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാഹ്. ഒരു വഖത്ത് നിസ്കാരം പോലും നിസാരമായിട്ട് കാണല്ലേ വാപ്പാ, ഒരു വഖത്ത് നിസ്കാരം പോലും നിസാരമായിട്ട് കാണല്ലേ വാപ്പാ. പള്ളിയിലിരിക്കുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ എത്രയും പെട്ടെന്ന് നിസ്കരിക്കണം, എത്രയും പെട്ടെന്ന് പള്ളിയിലോട്ട് കടന്നു പോകണം. പിന്നെയാകട്ടെ എന്ന് വിചാരിച്ചാൽ നിബിതങ്ങളാണ് അവിടുന്ന് പറഞ്ഞു തരുന്നത്, ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാഹ്. അവൻ അല്ലാഹുവിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും പുറത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എത്രയാണെന്നറിയുമോ? നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഏതെന്നറിയുമോ? അവൻ നമസ്കാര സമയത്ത് നിസാരമായി കണ്ടവനാണ്. അവൻ മരണസമയത്ത് കിടന്ന് പെടയുകയാണ്. നാൽക്കാലികൾ കിടന്ന് പെടഞ്ഞ് മരിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. വായിൽ നിന്നും തുപ്പലം പുറത്തോട്ട് വന്ന്, കണ്ണിങ്ങനെ മിഴിച്ചു വന്ന്, വയറിങ്ങനെ വീർത്തിട്ട് അല്ലാഹുവേ മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ട് ചത്തുപോകുന്നവരെ കണ്ടിട്ടില്ലേ? നമസ്കാരം നിസാരമായിട്ട് കാണുന്ന മുസ്ലിമിന്റെ മരണം മോശമാണെന്നു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, നമസ്കാരത്തെ നിസാരമായിട്ട് കണ്ടാൽ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാഹ്. പിന്നെ നീ എന്ത് ദുആ ചെയ്തിട്ടും കാര്യമില്ല. നമസ്കരിക്കാതെ, ളുഹർ നമസ്കരിക്കാതെ, സുബഹി നമസ്കരിക്കാതെ, അസ്ർ നമസ്കരിക്കാതെ, മഗ്രിബ് നമസ്കരിക്കാതെ, ഇശാ നമസ്കരിക്കാതെ അല്ലാഹുവിനോട് എന്ത് നീ ചോദിച്ചിട്ടും കാര്യമില്ലെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്ത്